ഇത് ദിവ്യയുടെ വീണയാണ്. ദിവ്യ കുറച്ചാള് വീണ പഠിക്കണ്ടായിരുന്നു. എന്റെ വീട്ടിൽ തബ്രും വീണ ഇങ്ങനെ ഒരു ഷോ പീസ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പൂജാമുറി എന്താ ഐശ്വര്യം. ഇതെന്റെ അച്ഛൻ. ഇത് മുത്തശ്ശൻ. അത് ദിവ്യയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും. ഇത് ദിവ്യയുടെ അത് അച്ഛന്റെ അച്ഛനും അമ്മയും. ദിവ്യയുടെ അമ്മയുടെ അച്ഛനും അമ്മയും. അത് അറിയാലോ. എന്നോടോ ആദ്യം പൂജാമുറി കാണണ്ടേ? കയറിക്കോളൂ. കേറാമോ? ഓ എന്ത് രസമായിട്ടാ വെച്ചിരിക്കണേ. ഞാനൊരു ഒരു സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ കാഴ്ച വസ്തു എല്ലാവരും ഉണ്ട് ഇവിടെ. അമലോത്ഭവ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, എല്ലാരും ഉണ്ട്. ഇതിപ്പോ മത്സരം പാടാൻ പോകുമ്പോഴും അമ്പലത്തിൽ നിന്നും ഒക്കെ അല്ലാതെ മറ്റേ നാഗൂറിലെ പള്ളിയില്ലേ, മുസ്ലിം പള്ളി, നാഗൂർ പാപ്പ എന്ന് പറയും. അതുകൊണ്ട് എല്ലാരും ഉണ്ട്. ഇത് ഇത്രയും ഭാഗം കൂടെ കാലി എന്നോട്ട് ഇവിടെ കുറച്ച് ഇവിടെ നിന്ന് മദ്രാസിലേക്ക് എടുത്തോണ്ട് പോയി. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് തെക്ക് ദർശനമാണല്ലോ, അതുകൊണ്ട് അധികം അവിടെ വെക്കാൻ പറ്റില്ല. എത്ര ഭംഗിയായിട്ട് എത്ര ഐശ്വര്യമുള്ള പൂജാമുറിയാണ്. അപ്പൊ ഈ ഐശ്വര്യം ഈ വീട്ടിലുള്ളവർക്ക് എന്തായാലും വരാതിരിക്കില്ലല്ലോ. എന്താ അതിനകത്തൊരു ഇതില്ല, ഫുൾ ബ്ലെസ്സിങ് ഉണ്ടാവും എപ്പോഴും. ഫുൾ ടൈം വിളക്ക് കൊളുത്തി വെക്കോ? ഞങ്ങളുടെ ഫേവറേറ്റ് മന്ത്രാണ് ഓം. വീട്ടിലെപ്പോഴും ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇത് ഇത് ഞങ്ങളൊരു ജിമ്മിന്റേതായിരുന്നു. പക്ഷെ ഇവിടെ കേരളം വളരെ അപൂർവമാണെന്ന് മാത്രം. എല്ലാവർക്കും കൂടി വേണ്ടിട്ട്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിങ്ങനെയായിട്ട് നിക്കുന്നുണ്ട്. ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ജനിച്ചു വളർന്നു കഴിഞ്ഞപ്പം കൂടെ അന്നേരം നമുക്കൊക്കെ നമ്മൾ കാണുന്ന ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോ നമ്മുടെ അച്ഛൻ നമ്മുടെ ആങ്ങള, അന്നേരം കണ്ടത് മൊത്തം ആങ്ങളയുടെ എന്താ പറയാ ശ്രീശാന്ത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഭ്രാന്ത് പിടിച്ച ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച ഒരു ഇത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ലൈഫിലേക്ക് വന്നപ്പോ പാട്ട് എന്ന് പറഞ്ഞ് വേറൊരു ആൾ രൂപം ഇങ്ങനെ കണ്ടു. ഈ രണ്ടുപേരുടെയും കൂടെയുള്ള ആ ഒരു ജീവിത രീതി, ഒരാള് ആർട്സിലും ഒരാള് സ്പോർട്സിലും. അതെന്താ അറിയോ, ശ്രീക്ക് എല്ലാത്തിലും മ്യൂസിക്കിലൊക്കെ ഭയങ്കര താല്പര്യ. അപ്പം മധുചേട്ടനാണെങ്കിലും ക്രിക്കറ്റ്. അതെ, അപ്പം ഇവർ രണ്ടുപേരും കൂടുമ്പോ നല്ല രസമാണ്. ഇപ്പൊ ഡൈനിങ് ടേബിളിലൊക്കെ ആണെങ്കിലും അതൊരു എന്താ പറയാ, അവരെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്വയം അപ്പൊ കുഞ്ഞുനാള് മുതൽ ഇവര് ഭയങ്കര കൂട്ടാണ്. ചേട്ടനാണെങ്കിൽ എല്ലാരും നമ്മളെ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും ഇവര് കൂടുമ്പം ക്രിക്കറ്റ് കളിക്കും ഒരുമിച്ച്. അപ്പം എപ്പോഴും പറയും, അതെ മധുചേട്ടൻ എപ്പോഴും പറയും ബോള് പറക്കി തന്നുകൊണ്ടിരുന്നത് ശ്രീന്ന്. ഇവരുടെ കസിൻസ് ഒക്കെ എന്റെ കൂട്ടുകാരാ. പണ്ട് ദിവ്യ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കസിൻസ് ഒക്കെ എന്റെ കൂട്ടുകാരായിരുന്നു. അപ്പൊ ഞാൻ വല്യമ്മയുടെ വീട്ടിൽ താമസിക്കുമ്പോ അവര് അവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ വരും. ഞാൻ അവരുടെ തറവാട്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ശ്രീയും ഉണ്ടാവും കൂടെ. അപ്പൊ ഞങ്ങളുടെ ബോള് ഇങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോ എടുത്തു തരുന്നത് ശ്രീ ആയിരുന്നു പണ്ട്. അതെ 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 അതെ. അതുപോലെ ശ്രീക്കും പറയാലോ അല്ലെ, ഇങ്ങനെ ചെയ്ത ആളാണ്. എന്നാലും ചേച്ചിക്ക് തോന്നുന്നത് ഒരു കലാകാരന്റെ കൂടെയാണോ ഒരു മറ്റേ ഇതിലാണോ കൂടുതലും ഒരു ഇത് തോന്നുന്നത്? അല്ല, ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എനിക്ക് രണ്ട് സ്ഥലത്തും പോയാലും ഞാൻ പ്രൗഡാണ് കേട്ടോ, സത്യമായിട്ടും. ശരിക്കും അതെ, ഈ രണ്ട് സൈഡിൽ എന്ന് വെച്ചാൽ അനിയനായിട്ടും മധുചേട്ടനായിട്ടും നല്ലത് മാത്രമല്ല, അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ് ചേച്ചി. ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവരുടെ ഫേവറേറ്റ് കളർ ആണോ ഈ ബ്ലൂ അല്ലേ? ബോയ്സിന് വേണ്ടിയിട്ട്. അതിനകത്ത് 2 ഷുഗർ ഗ്ലൈഡേഴ്സ് ഉണ്ട്. അതാണ് അങ്ങനെയുള്ള കൊറേ പെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ ഓരോന്നല്ലേ. ഹായ് ഹായ്. പറക്കുന്ന അണ്ണാനില്ലേ, പേടിച്ചിരിക്കണോ? ഏയ് പേടിയൊന്നും, ഉറങ്ങാൻ രണ്ടുപേരും കൂടി. അത് പേരിട്ടിട്ടുണ്ടോ? ഓഷ്യനും മൂണും. ഇവിടുത്തെ ഓരോരുടെ പേരെല്ലാം ഭയങ്കര സംഭവമാണല്ലോ. എവിടെയും കേൾക്കാത്ത പേരുകൾ എല്ലാവർക്കും. ഇവിടെ ഒരു പൂച്ചയുണ്ടായിരുന്നു, എന്റെ പേര് മാക് എന്നായിരുന്നു. മാക് മധുബാലകൃഷ്ണൻ. പിന്നെ ഒരു മിക്കാസ മധുബാലകൃഷ്ണൻ. ഇതാണ് വെച്ചിട്ടുണ്ട് കുറച്ച്.
ഇതായിരിക്കുന്നു ഇവിടെ നമ്മുടെ മതിച്ചേട്ടന്റെ വെക്കാവുന്നത് എവിടെയെങ്കിലും ഒരു ഈ അലമാരി എന്തെങ്കിലും കാലിയായിട്ടുണ്ട് അവിടെ വരും മതിച്ചേട്ടന്റെ. അതാ ഇനി ഈ വീട് മതിയാവാതെ വരട്ടെ ചേച്ചി. ഫംഗ്ഷൻ മുമ്പ് മൊമെന്റോ വേണ്ടാന്ന് പറയാനുള്ള ഒരു ഇതിലിരിക്കാൻ വയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമുക്ക് കിട്ടിക്കഴിയുമ്പോ ഇത് നമുക്ക് മാറ്റി വെക്കാനും കാര്യമായിട്ട് തരണതല്ലേ, നമുക്കത് എപ്പോഴും നമുക്ക് പക്ഷെ വെക്കാൻ സ്ഥലമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? കണ്ടാലും മതിയാവാത്ത കാരണം നിറയെ ഇതുണ്ട്. ഇതൊക്കെ അച്ഛന്റെ എല്ലാവരുടെയും കൂടിയാ, എല്ലാവരുടെയും കൂടെ അല്ലേ കളക്ഷൻസ് നിറയെ. അതിന്റെ മുകളിലുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് മതിച്ചേട്ടന്റെ കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളും. ഈയുടെ മേളിലൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടല്ലോ. അതെ അതെ. ഇതിലെന്താണോ ഐറ്റംസ്? അതിൽ ഞങ്ങളുടെ എന്തെങ്കിലും അത്യാവശ്യം ബ്ലൂബെറി, ചോക്ലേറ്റ്സും പെട്ടെന്ന് താഴെ പോണ്ടല്ലോ, മധുരം കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്ത് കഴിക്കാം. നിങ്ങളൊക്കെ സ്വീറ്റ് ടൂത്തിന്റെ ആൾക്കാരാണോ? ഞാൻ സ്വീറ്റിന്റെ ആളാണ്. അതെ അതെ, ഞാൻ സ്വീറ്റ്സ് കുറെ കഴിക്കും. പിന്നെ മഹാദേവൻ വേണ്ട ഉറങ്ങുവാണ്, ഉറങ്ങിക്കോട്ടെ, കുഴപ്പമുണ്ട്. ഇപ്പൊ കൊറേ നേരമായില്ലേ? മോൻ ഉറങ്ങാ, മോന്റെ മുറിയാണ്. മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ടയേർഡായിട്ട് കിടന്ന് ഉറങ്ങാ. ചേട്ടൻ നോക്കുന്നുണ്ട് അവനെ എണീപ്പിക്കാൻ, നമുക്ക് നോക്കാം. യെസ്, മഹാദേവ്. ഹലോ മഹാദേവ്, സോറി ടു ഡിസ്റ്റർബ് യു. എന്റെ മാലയൊക്കെ എടുത്തിട്ടാണ് പിന്നെ അച്ഛന്റെ മാല മകനല്ലാതെ വേറെ ആരിടും? ഹായ്, ഉറക്കത്തിൽ എണീറ്റ് വന്ന് നിൽക്കാട്. ഹായ് മഹാദേവ്. ഹായ് രമ്യ. മൈക്ക് വെക്കാണേ. അതൊന്നുമല്ല, എല്ലാവർക്കും അറിയാലോ. സോറി കേട്ടോ ഡിസ്റ്റർബ് ചെയ്തല്ലേ. എങ്ങനെയുണ്ട് പുതിയ സ്കൂളും കാര്യങ്ങളൊക്കെ? ഫൈൻ, എല്ലാം നന്നായി. സാരല്ല, ഉറക്കത്തിന്നല്ലേ അവൻ എണീറ്റിട്ട്. ആകെ അധികം ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഒന്ന് ചില്ലായി കഴിയുമ്പോ നമുക്ക് കാണാം, താഴെ വരുമ്പോ കാണാം. ഓക്കെ, യു ടേക്ക് യുവർ ടൈം. അല്ലെങ്കിൽ അവൻ എന്നെ ചീത്ത പറയും. ഞാൻ എന്താ മൈക്ക് എടുക്കട്ടെ? ഓക്കെ, ഐ വിൽ സീ യു ഡൗൺ. ഓക്കെ. സ്കൂളിൽ നിന്ന് വന്ന് ടയർഡായിട്ട് നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്, നമുക്ക് വീണ്ടും താഴേക്ക് പോവാം. ഈ വീട് ഫേസ് ചെയ്യണത് ഈസ്റ്റിലേക്കാണോ? അതെ. ഇതാണ്ടോ മോളെ ഫാമിലി മൊത്തം, കംപ്ലീറ്റ് ഫാമിലി എല്ലാരും ഉണ്ട്. മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ പരിചയപ്പെടുത്താൻ പ്രത്യേകം പേരുകളുടെയോ പാട്ടുകളുടെയോ ഒന്നും ആവശ്യമില്ല. ആ പേര് കേട്ടാൽ തന്നെ ഒരു 100 പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ സംഗീതം മാത്രമല്ല, വിശ്വാസം കൂടിയാണ്, അദ്ദേഹത്തിന്റെ കുടുംബം കൂടിയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു വിഷ്വലാണ് ഇപ്പോൾ വൈറലാകുന്നത്. ചെന്ന് കയറുമ്പോൾ തന്നെ ഗണപതി മുന്നിൽ നിൽക്കുന്ന ഒരു പൂജാമുറി, മനോഹരമായ ചുവപ്പും വെള്ളയും പൂക്കൾ കൊണ്ട് തുടക്കം തന്നെ അലങ്കരിച്ചിരിക്കുന്ന, നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു ഗണപതി. 2 വശത്തും മണികൾ കിലുക്കി ചെണ്ടയും മറ്റുമെല്ലാം തൂക്കി ഇട്ടിരിക്കുന്ന ഒരു മനോഹരമായ പൂജാമുറി. ഈ പൂജാമുറിയിൽ നിന്നാണ് മധു ബാലകൃഷ്ണൻ എന്ന ഗായകന്റെ ഐശ്വര്യം മുഴുവൻ വരുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. താൻ ഓരോ ഷൂട്ടിനും അല്ലെങ്കിൽ ഓരോ പരിപാടിക്കും, ഓരോ സംഗീത പരിപാടിക്കും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ദൈവികമായ സാധനങ്ങളെല്ലാം തന്റെ ഭാര്യയാണ് ആ വീടിനുള്ളിൽ അടുക്കും ചിട്ടയായിട്ടും വയ്ക്കുന്നത്. അവിടെ പത്മനാഭ സ്വാമിയുണ്ട്. നാഗൂർ പാപ്പ മുതൽ മാതാവും കൃഷ്ണനും ഗുരുവായൂരപ്പനും മഹാദേവനും ഗണപതിയും, അങ്ങനെ ആ പൂജാമുറിയിൽ ഇല്ലാത്തവരില്ല. കയറുമ്പോൾ തന്നെ ഓംകാരം കേൾക്കുന്നതും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. മധു ബാലകൃഷ്ണൻ എന്ന നടന്റെ മുഖത്തെ ചൈതന്യത്തിനും ആ പൂജാമുറി ഒരു കാരണം തന്നെയാണ്.